وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا الشمس كورت وإذا النجوم انقدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت علمت نفس ما أحضرت. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, സനാബിൽ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, വിശ്വാസിനികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാൻ വെളിപ്പാടകലെ വന്നു നിൽക്കുമ്പോൾ ആ വിശുദ്ധ റമളാനിനെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുവാനും അത് മുഖേന അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഇടം എടുക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, 81-ാം അധ്യായമായ സൂറത്തു തക്വീറിന്റെ പഠനം ക്ലാസ് ഇന്നത്തോടുകൂടെ ആരംഭിക്കുകയാണ്. സൂറത്തു തക്വീർ 29 ആയത്തുകളാണുള്ളത്. മക്കയിൽ അവതരിച്ച സൂറത്താണ് സൂറത്തു തക്വീർ. ഒന്നാമത്തെ ആയത്തിലെ കുവ്വിറത്ത് എന്ന പദം, ആ പദത്തിന്റെ ക്രിയാനാമമാണ് തക്വീർ എന്ന് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തു തക്വീറിന്റെ ശ്രേഷ്ഠത, മഹത്വം പറഞ്ഞതായി കാണാൻ കഴിയും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമത്തി കഅന്നഹു റഅയു ഐനിൻ. ആർക്കെങ്കിലും പരലോക ദിവസം, പരലോകത്തിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, എന്നാൽ ആ പരലോക ദിനം കണ്ണിൽ കാണുന്നത് പോലെ വീക്ഷിക്കണമെന്ന ചിന്തയുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, നേർക്ക് നേരെ കാണുന്നത് പോലെ വീക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയഖറ, അവൻ പാരായണം ചെയ്തു കൊള്ളട്ടെ. ഇദ ശംസു കുവ്വിറത് വഇദ സമാഉ ഫതറത് വഇദ സമാഉ ഷഖത്. സൂറത്ത് തക്വീർ അവൻ പാരായണം ചെയ്തു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാവുന്നതാണ്. സൂറത്തു തക്വീറും സൂറത്തുൽ ഇൻഫിത്വാറും സൂറത്തു ഇൻഷിഖാഖും ഇവ പാരായണം ചെയ്താൽ മതി, അവനിക്ക് പരലോക ദിവസം ആ ദിനം കണ്ണിൽ കാണുന്നത് പോലെ അതിൽ നിന്ന്, ആ സൂറത്തുകളിൽ നിന്ന് വീക്ഷിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്തു തക്വീറിൽ ആഖിറത്താണ് ആദ്യം വിശദീകരിക്കുന്നത്. ആദ്യത്തെ ആയത്തുകൾ പരലോകത്തെക്കുറിച്ചാണ്. പിന്നീട് റിസാലത്ത്, പ്രവാചകത്വം,
ഈ ആഖിറത്തും റിസാലത്തുമാണ് സൂറത്തു തക്വീറിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. ആദ്യത്തെ 1 മുതൽ 13 വരെയുള്ള ആയത്തുകൾ അന്ത്യനാളിന്റെ ഭയാനകത, അതിശക്തമായ ഭയാനകത, നേർക്ക് നേരെ ആ പരലോകം നമ്മുടെ കണ്ണുകളിൽ ഇങ്ങനെ കാണും. ആ തരത്തിലുള്ള അതിന്റെ ഭയാനകതയും ഭയവിഹ്വലതയും വിശദീകരിക്കുന്ന ആയത്തുകളാണ് 1 മുതൽ 13 വരെയുള്ള ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് ആ ആയത്തുകളുടെ പഠനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്നും വിശദീകരിക്കുന്നില്ല, കാരണം പല പ്രാവശ്യം നാം കേട്ടതാണ് അന്ത്യനാളുമായി ബന്ധപ്പെട്ട അതിന്റെ ഭയാനകതകളൊക്കെ മുമ്പ് കഴിഞ്ഞു പോയ പല സൂറത്തുകളിലും പറഞ്ഞതാണ്. അതുകൊണ്ട് അർത്ഥം ചെറിയ വിശദീകരണത്തിലൂടെ മാത്രം ക്ലാസ് മുന്നോട്ട് പോവുകയാണ്. സൂര്യൻ, ഷംസ് സൂര്യൻ, കുവ്വിറത്ത് ചുറ്റി പൊതിയപ്പെടുമ്പോൾ, ഇദശംസു കുവ്വിറത്ത് സൂര്യൻ ചുറ്റി പൊതിയപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ അന്ന് സൂര്യന്റെ എല്ലാവിധ പ്രകാശങ്ങളും നഷ്ടപ്പെട്ടു പോകും. സൂര്യന്റെ പ്രകാശം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകും. ഇദശംസു കുവ്വിറത്ത് സൂര്യൻ ചുറ്റി പൊതിയപ്പെടുമ്പോൾ, വഇദൻ നുജൂമു ഖദറത്ത് നുജൂമ് നക്ഷത്രങ്ങൾ ആകാശത്തിൽ മിന്നി തെളിയുന്ന ആ നക്ഷത്രങ്ങൾ ഇൻഖദറത്ത് അത് ഉതിർന്നു വീഴുമ്പോൾ, വഇദൻ നുജൂമു ഖദറത്ത് ആകാശങ്ങളിലെ നക്ഷത്രങ്ങളെല്ലാം ഉതിർന്നു വീഴുമ്പോ അന്ന് ആ അന്ത്യനാളിൽ നക്ഷത്രങ്ങൾ പൂർണ്ണമായി ഉതിർന്ന് താഴോട്ട് വീഴുകയും ആ നക്ഷത്രത്തിന്റെ പ്രകാശം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. വഇദൽ ജിബാലു സുയ്യിറത്ത് ജിബാല് പർവ്വതങ്ങൾ, സുയ്യിറത്ത് സഞ്ചരിക്കപ്പെടുക. വഇദൽ ജിബാലു സുയ്യിറത്ത് പർവ്വതങ്ങൾ സഞ്ചരിക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം യൗമുൽ ഖിയാമയിൽ പർവ്വതങ്ങൾ ഭൂമിയിൽ അത് ആണിയായി നിർത്തപ്പെട്ടിരിക്കുകയാണ്, സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ പർവ്വതങ്ങളെല്ലാം അവയുടെ സ്ഥാനം വിട്ട് പൂർണ്ണമായി നീക്കപ്പെടുകയും ആ പർവ്വതങ്ങളെ മുഴുവനും തട്ടി തകർക്കപ്പെടുകയും ചെയ്യുന്ന ദിവസമാണത്. പർവ്വതങ്ങൾ സഞ്ചരിക്കപ്പെടുമ്പോ വഇദൽ ഇശാറു ഉത്തിലത്ത്, അല്ലാഹു പറയാ വഇദൽ ഇശാർ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ, സാധാരണ ഒട്ടകല്ല, ആ ഒട്ടകം പൂർണ്ണ ഗർഭിണിയാണ്. വഇദൽ ഇശാറു ഉത്തിലത്ത് ആ ഒട്ടകങ്ങളെ അവഗണിക്കപ്പെടുമ്പോൾ, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ. ഇത് അല്ലാഹു തആല പറയാനുള്ള കാരണം അറബികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും അവർ ഏറ്റവും പരിഗണിക്കുന്നതും അവരുടെ സമ്പത്തുകളിൽ ഏറ്റവും വിലപ്പെട്ടതുമാണെന്ത്? പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ. പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾക്ക് അവർക്ക് വലിയ ഇഷ്ടമാണ്, അവരുടെ സമ്പത്തുകളിൽ വലിയ വിലമതിക്കുന്നതാണ്, അവർക്ക് വലിയ പരിഗണനയുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു അത് പറഞ്ഞത്. അന്ന് പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ അത്രയും പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളെ പോലും അതിന്റെ ഉടമകളാൽ ഉപേക്ഷിക്കും. വളരെ സ്നേഹമുള്ള പരിഗണിക്കുന്ന അവർ അതുവരെ പരിഗണിച്ചിരുന്ന ആ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളെ അതിന്റെ ഉടമകൾ ഉപേക്ഷിക്കുകയും അതിനെ അവഗണിക്കുകയും ചെയ്യുന്ന ദിവസമാണത്. പിന്നെയോ വൈദൽ വഹൂഷു ഹുശിറത്ത്, വൈദൽ വഹൂഷു വന്യമൃഗങ്ങൾ, വൈദൽ വഹൂഷ് വന്യമൃഗങ്ങൾ ഉശിറത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക. വൈദൽ വഹൂഷു ഹുശിറത്ത് വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, കാട്ടിൽ ഒരുപാട് ജീവികളുണ്ട്, വന്യമൃഗങ്ങളുണ്ട്, ദുഷ്ടജന്തുക്കളുണ്ട്, പരസ്പരം അക്രമകാരികളാണ്, പലതും പലതിനെയും ആക്രമിക്കും. പക്ഷേ ആ യൗമുൽ ഖിയാമയിൽ കാട്ടുജീവികളും ദുഷ്ടജന്തുക്കളും ആ ദിവസത്തിന്റെ പരിഭ്രാന്തി കാരണത്താൽ പരസ്പരം അക്രമങ്ങളിൽ ഉണ്ടാവുകയില്ല, ഒരു എതിർപ്പും ഇല്ല. യാതൊരു അക്രമമോ എതിർപ്പോ കൂടാതെ എല്ലാവരും പൂർണ്ണമായി കൂടിക്കലരുന്ന ദിവസമാണത്. വൈദൽ വഹൂഷു ഹുശിറത്ത് വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, വൈദൽ ബിഹാറു സുജ്ജിറത്ത് ബിഹാർ സമുദ്രങ്ങൾ, ബഹർ സമുദ്രം, ബിഹാർ സമുദ്രങ്ങൾ, സുജ്ജിറത്ത് ആളി കത്തിക്കപ്പെടുക. വഇദൽ ബിഹാറു സുജ്ജിറത്ത് സമുദ്രങ്ങൾ ആളി കത്തിക്കപ്പെടുമ്പോൾ
അന്നത്തെ ദിവസം സമുദ്രങ്ങൾ ആളി കത്തിക്കപ്പെടുകയും അവ ശക്തമായ ഒരു തീഗോളമായി മാറുകയും ചെയ്യും, വലിയ അഗ്നിയായി മാറുകയും ചെയ്യും. എന്ത്? കടലും പുഴകളും സമുദ്രങ്ങളെല്ലാം ആളി കത്തിക്കപ്പെടുകയും അത് വലിയ അഗ്നിയായി മാറുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതെല്ലാം അന്ത്യനാളിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ്. ആകാശങ്ങളിലും ഭൂമികളിലും ഉണ്ടാകുന്ന ഈ സംഭവ വികാസങ്ങൾ, ഭൂമിയും ആകാശവും ഇന്ന് നാം കാണുന്ന ഭൂമിയായിരിക്കുകയില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഭൂമിയുണ്ട്. ആ യൗമുൽ ഖിയാമയിൽ ഈ ഭൂമിയെ ആയിരിക്കില്ല. മുകളിൽ നമ്മൾ കാണുന്ന ആകാശം ആകാശമായിരിക്കില്ല. ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു രൂപത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശത്തെയും ഭൂമിയെയും മാറ്റി മറിക്കപ്പെടുമെന്ന് അല്ലാഹു തആല പറയുന്നത്. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അല്ലാഹു പറയുന്നുണ്ട്, ഭൂമി ഈ ഭൂമിയല്ലാത്ത മറ്റൊന്നായി മാറ്റിപ്പറിക്കും. ഭൂമി ഈ ഭൂമിയല്ലാതെ മറ്റൊന്നായി മാറ്റിമറിക്കും. അതുപോലെ ആകാശങ്ങളും മാറ്റിമറിക്കപ്പെടുകയും ഏകനും സർവാധികാരികയുമായ അള്ളാഹുവിങ്കലേക്ക് അവരെല്ലാം പുറപ്പെട്ടു വരികയും ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പൊ ഭൂമിയെ മാറ്റിമറിക്കും, ആകാശത്തെ മാറ്റിമറിക്കും. എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറയുന്നു, വഇദൻ നുഫൂസു സുവ്വിജത്. നുഫൂസ് ആത്മാവുകൾ, നുഫൂസ് നഫ്സ് ആത്മാവ്, നുഫൂസ് ആത്മാവുകൾ സുവ്വിജത് കൂട്ടിയിണക്കപ്പെടുക. വഇദൻ നുഫൂസു സുവ്വിജത് ആത്മാവുകൾ കൂട്ടിയിണക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ അന്ന് ഓരോ തരത്തിലുള്ള ആളുകളും അതേ രീതിയിലുള്ള ആളുകളുമായി ഇണക്കപ്പെടും. നല്ല ആളുകൾ നല്ലവരുമായി സഹവസിക്കപ്പെടും. ചീത്ത ആളുകളെ ചീത്ത ആളുകളിലേക്ക് മാറ്റപ്പെടും. ചീത്തയാക്കപ്പെട്ടവർ ചീത്തയാക്കപ്പെട്ടവരിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും. നല്ലവർ നല്ലവരിലേക്കും മാറ്റിമറിക്കപ്പെടും. അതാണ് അള്ളാഹു പറഞ്ഞത്, വഇദൻ നുഫൂസു സുവ്വിജത് ആത്മാവുകൾ കൂട്ടിയിണക്കപ്പെടുമ്പോൾ. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. മൗഊദത്ത് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി, മൗഊദത്ത് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി, സുഇലത്ത് ചോദിക്കപ്പെടുക. വഇദൽ മൗഊദതു സുഇലത് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞിനോട് ചോദിക്കപ്പെടുമ്പോൾ ബിഅയ്യി ദംബിൻ ഖുതിലത്. ബിഅയ്യി ദംബിൻ, ദംബ് തെറ്റ്, കുറ്റം. ബിഅയ്യി ദംബിൻ ഏതൊരു കുറ്റത്തിന്റെ പേരിലാണ് ഖുതിലത് കൊല്ലപ്പെട്ടതെന്ന്, താൻ എന്തൊരു കുറ്റത്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് ആ പെൺകുട്ടികളോട് ചോദിക്കപ്പെടുമ്പോ 6-ാം നൂറ്റാണ്ടിൽ ദാരിദ്ര്യവും അപമാനവും പഴന്ന് ജീവനോടെ കുടിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞുങ്ങളുണ്ട്. ആ പെൺകുട്ടികളോട് മുഴുവനും റഹ്മാനായ റബ്ബ്, മോളെ, നിന്നെ എന്തിന്റെ പേരിലാണ് നിന്റെ മാതാപിതാക്കൾ, നിന്റെ കുടുംബക്കാർ നിന്നെ ജീവനോടെ കൊലപ്പെടുത്തിയത് എന്ന് ആ കുഞ്ഞിനോട് റബ്ബ് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ആ കുട്ടിയോട് ചോദിക്കും. അന്ന് മാതാപിതാക്കൾ ആരാണോ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടിട്ട് പെൺകുഞ്ഞുങ്ങളാണ്. വഇദാ ബുശ്ശിറത് അഹദുഹും വല്ല വജ്ഹുഹു മുസ്വജ്ജൻ വഹുവ ഖലീം. കുഞ്ഞ് പെണ്ണാണെന്നറിയുമ്പോൾ അവരുടെ മുഖം കറുത്തിരുളും എന്നല്ലാഹു പറഞ്ഞതാണ്. അവർ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടു പെൺകുഞ്ഞുങ്ങൾ. ആ പെൺകുഞ്ഞുങ്ങളെ മുഴുവനും അല്ലാഹു തആല അവരെ ഹയാത്താക്കിയിട്ട് അവരോട് ചോദിക്കും, നിന്റെ പ്രിയപ്പെട്ട ബാപ്പ, നിന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് മോളെ നിന്നെ കൊന്നത്? മോളോട് ചോദിക്കും. അതിന് കൃത്യമായി പിതാവിനെ ഹാജരാക്കപ്പെടും. അതിനവിടെ മറുപടി പറയേണ്ടി വരും. ഇതാണ് അല്ലാഹു പറയുന്നത്, നാളെ പരലോകത്ത് നടക്കുന്ന വിഷയം. ഇനിയോ സുഹഫ്, ഏടുകൾ. ഏതേടുകൾ? കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ. നമ്മുടെ നന്മയും തിന്മയുമായ എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. മുമ്പുള്ള സൂറത്തുകളിൽ പറഞ്ഞതാണ്, കിറാമൻ കാത്തിമീൻ, മാന്യന്മാരായ എഴുത്തുകാർ അത് രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് അല്ലാഹു ഇവിടെ പറയുന്നത്, സുഹഫ്, ഏടുകൾ. നുഷിറത്ത്, ആ ഏടുകളെല്ലാം തുറന്നു വെക്കപ്പെടുമ്പോൾ, വഇദ സുഹഫു നുഷിറത്ത്, കർമ്മങ്ങളെ രേഖപ്പെടുത്തിയ ഏടുകൾ അവിടെ പൂർണ്ണമായി അങ്ങ് തുറന്നു വെക്കപ്പെടുമ്പോൾ, ഞാനും നിങ്ങളും അടക്കമുള്ള ഓരോ ആണിന്റെയും ഓരോ പെണ്ണിന്റെയും ജീവിതത്തിൽ, ഭൗതികമായ നൈമിഷികമായ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഒന്നൊഴിയാതെ, ഒന്നുപോലും വിട്ടുപോകാതെ എല്ലാ കർമ്മങ്ങളും എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഏടുകൾ,
ആ ഏടുകൾ അവിടെ ഹാജരാക്കപ്പെടുകയും ഓരോരുത്തർക്കും കൃത്യമായി വായിച്ചു നോക്കാൻ കഴിയുമാറ് അതങ്ങ് നിവർത്തി അവരുടെ കൈകളിൽ നൽകപ്പെടുകയും ചെയ്യും. അതാണ് അള്ളാഹു പറഞ്ഞത്, കർമ്മങ്ങളെ രേഖപ്പെടുത്തിയ ഏടുകൾ തുറന്നു വെക്കപ്പെടുമ്പോൾ, ആകാശം മറനീക്കി കാണിക്കപ്പെടുക. ആകാശത്തിന്റെ മേലാപ്പുകൾ അത് പൂർണ്ണമായി അതിന്റെ മറയെല്ലാം നീക്കപ്പെട്ട് അത് കാണിക്കപ്പെടുമ്പോൾ, ഉപരിലോകം മറനീക്കി കാണിക്കപ്പെടുമ്പോൾ, ഏതുപോലെ മൃഗങ്ങളുടെ തോലുരിച്ചെടുക്കുന്നത് പോലെ ആകാശത്തിന്റെ മറകളെല്ലാം നീക്കി, എല്ലാ മറകളും നീക്കി അവ നഗ്നമാക്കി വെളിവാക്കപ്പെടും അന്നത്തെ ദിവസം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കുമാറാവട്ടെ. വഇദൽ ജഹീമു സുഇറത്, ജഹീം ജ്വലിക്കുന്ന നരകാഗ്നി സുഇറത് ആളി കത്തിക്കപ്പെടുക. വഇദൽ ജഹീമു സുഇറത്, ജ്വലിക്കുന്ന നരകാഗ്നി ആളി കത്തിക്കപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അള്ളാഹു നരകം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ നരകം എത്രയോ കാലമായി കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അന്നത്തെ ആ ദിവസം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നരകം അന്ന് പ്രത്യേകമായി ഒന്ന് ആളി കത്തിക്കപ്പെടും. വഇദൽ ജഹീമു സുഇറത്, ജ്വലിക്കുന്ന നരകാഗ്നി ആളി കത്തിക്കപ്പെടുമ്പോൾ, വഇദൽ ജന്നത്തു ഉസ്ലിഫത്, ജന്നത്ത് സ്വർഗം, ഉസ്ലിഫത് അടുത്തുകൊണ്ടുവരിക. വഇദൽ ജന്നത്തു ഉസ്ലിഫത്, സ്വർഗം അടുത്തുകൊണ്ടുവരപ്പെടുമ്പോൾ, സ്വർഗം അടുത്തേക്ക് കൊണ്ടുവരപ്പെടും. സ്വർഗം സജ്ജനങ്ങളായ മുത്തഖീങ്ങളും മുഖ്ലിസുകളുമായി അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ സജ്ജനങ്ങളാകുന്ന, വിശ്വാസികളാകുന്ന, മുവഹ്ഹിദുകളാകുന്ന ആളുകളുടെ അരികിലേക്ക് ആ സ്വർഗത്തിനെ ഇങ്ങോട്ട് വലിച്ച് അടുപ്പിച്ചു കൊണ്ടുവരപ്പെടും. അതാണ് അള്ളാഹു പറയുന്നത്. മറ്റൊരു സൂറത്തിൽ കാണാം, വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന വബുരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ. അന്നത്തെ ദിവസം മുത്തഖീങ്ങളായ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സ്വർഗം അടുപ്പിക്കപ്പെടുന്നതാണ്. എന്നാ വബുരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ, ഗാവീങ്ങളായ ദുർമാർഗികളായ ആളുകളിലേക്ക് നരകം തുറന്നു വെച്ചങ്ങ് കാണിക്കപ്പെടുന്നതാണ്. നരകത്തെ കൃത്യമായി അവർക്ക് കാണിക്കപ്പെടും. എന്നിട്ടോ ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും അങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ, അലിമത്ത് നഫ്സും മാ അഹ്ളറത്, അലിമത്ത് അറിയുക തന്നെ ചെയ്യും. അലിമത്ത് അറിയുന്നതാണ്, നഫ്സുൻ ഓരോ ശരീരവും അറിയും. അലിമത്ത് അറിയുന്നതാണ്, നഫ്സുൻ ഓരോ ശരീരവും അറിയും. മാ എന്താണ്, അഹ്ളറത് താൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന്. ഓരോ വ്യക്തിയും താൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളത് എന്തെന്ന് അറിയുന്നതാണ് അന്നത്തെ ദിവസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയപ്പെട്ടതെല്ലാം സംഭവിക്കും. യൗമുൽ ഖിയാമയുണ്ട്, യൗമുൽ ആഖിറയുണ്ട്. ആ ദിവസത്തെ ഞാനും നിങ്ങളും അലിമത്ത് നഫ്സും മാ അഹ്ളറത്, ഓരോരുത്തരും താൻ എന്താണ് ദുന്യവിയായ ഈ ജീവിതത്തിൽ പരലോക രക്ഷയ്ക്ക് വേണ്ടി, സ്വർഗപ്രവേശനത്തിന് വേണ്ടി, അള്ളാഹുവിനെ കാണുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി ഞാനും നിങ്ങളും അന്ന് അറിയുന്നതാണ്. ഓരോ വ്യക്തിയും അന്നത്തെ ദിവസത്തിനായി ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയും. താൻ എന്തെല്ലാം കാര്യങ്ങളാണ് മുൻ ജീവിതത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, അവയിൽ സൽക്കർമ്മം എത്രയുണ്ട്, ചീത്ത കർമ്മങ്ങൾ എത്രയുണ്ട്, ഏതൊക്കെയാണത്, എല്ലാം അവന്റെ ഏട് നിവർത്തപ്പെടും. ആ ഏടിൽ അവനക്ക് വായിച്ചെടുക്കാൻ കഴിയും. എന്റെയും നിങ്ങളുടെയും ഓർമ്മകളിലേക്ക് ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും കൃത്യമായി തെളിഞ്ഞു കാണും. അതാണ് അള്ളാഹു പറഞ്ഞത്, അലിമത്ത് നഫ്സും മാ അഹ്ളറത്, ഓരോ വ്യക്തിയും താൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളത് എന്താണെന്ന് അന്നത്തെ ദിവസം അറിയുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ,
ആ ആ ഭയാനകരമായ ദിവസത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരാളും സഹായത്തിനില്ലാതെ എല്ലാം വിസ്മരിച്ചുകൊണ്ട്, എല്ലാം മറന്നുകൊണ്ട്, എല്ലാവരെയും വിസ്മരിച്ച് എല്ലാവരിൽ നിന്നും ഓടിയകന്നുകൊണ്ട് ആ പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ലേഖരായി നിൽക്കേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. അലിമത്ത് നഫ്സുമ അഹ്ലറത്ത്, നമ്മൾ തയ്യാറാക്കി വെച്ചത് എന്താണെന്ന് കൃത്യമായി കർമ്മരേഖകളിൽ നിന്ന് നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്ന, വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് എന്ന കൃത്യമായ ബോധം നമുക്ക് ഉണ്ടാകണം. ഇതൊന്നും ഒരു കടങ്കഥയല്ല. ഏതെങ്കിലും നോവലുകളിലോ അതല്ലെങ്കിൽ സീരിയലുകളിലോ കാണുന്ന വാർത്തകളല്ല, മറിച്ച് റഹ്മാനായ റബ്ബ് സത്യസന്ധമായി 100% ഉറപ്പുള്ളതാണ് ഈ ഒരു ദിവസം വരും എന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വിജയത്തിന് വേണ്ടി നാം അള്ളാഹു നൽകിയിട്ടുള്ള സമയങ്ങളെയും ആരോഗ്യത്തെയും സമ്പത്തിനെയും ഒക്കെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നാളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുമ്പോ ഇദൽ ജന്നത്തു ഉസ്ലിഫത്ത്, സ്വർഗം കൊണ്ടുവരപ്പെടുകയും സജ്ജനങ്ങളാകുന്ന ആളുകളുടെ അരികിലേക്ക് അങ്ങ് അടുപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞ ആ മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. വബുരിസത്തിൽ ജഹീം വഇദൽ ജഹീമു സുഇറത് വബുരിസത്തിൽ ജഹീമു ലിൽ ഓവീൻ എന്ന് പറഞ്ഞ ആ ഓവീങ്ങളിൽ, ദുർമാർഗികളിൽ ഞങ്ങളെയോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയോ ആരെയും നീ ഉൾപ്പെടുത്തരുത് റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് റഹ്മത്ത് നൽകണം റഹ്മാനെ. രോഗികൾക്ക് നീ ശാന്തിയും സമാധാനവും ശിഫയും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരണപ്പെടാൻ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റമളാനിനെ കൃത്യമായി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുന്ന യഥാർത്ഥ സ്വാഇമീങ്ങളിൽ ഖായിമീങ്ങളിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.